Hello all, welcome back to Way to Study Table. I'm Insulet. Today we're going to discuss the first chapter of Social Science of Standard 7 Medieval India. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണത്? മെഡിവൽ ഇന്ത്യ, മധ്യകാല ഇന്ത്യ അല്ലേ? ഓക്കെ, സോ ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് 2024 ഏറ്റവും ലേറ്റസ്റ്റ് സിലബസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഓൾമോസ്റ്റ് ഓൾ ദ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കംപ്ലീറ്റ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഡോണ്ട് മിസ് ഇറ്റ്. നമുക്കിവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ ഫിഗേഴ്സ് ഗിവൺ ബിലോ ആൻഡ് ഐഡന്റിഫൈ ദം. താഴെ കാണിച്ചിരിക്കുന്ന ഈ ചിത്രങ്ങൾ നോക്കിയിട്ട് അവയെ തിരിച്ചറിയുക. ഓക്കെ, സോ ദ ഫസ്റ്റ് പിക്ചർ നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതെന്താണത്. യെസ്, ദ ഫസ്റ്റ് ഫിഗർ ഇസ് ദ റെഡ് ഫോർട്ട് അല്ലേ? ആദ്യത്തെ ചിത്രം എന്താണ്? ചെങ്കോട്ടയാണ്. ഇനി സെക്കൻഡ് പിക്ചറോ? യെസ്, ദ സെക്കൻഡ് ഈസ് ദ ഫിഗർ ഓഫ് ഹംപി. ഹംപിയുടെ ചിത്രമാണ് നമ്മൾ കാണുന്ന സെക്കൻഡ് ഫിഗർ. അടുത്ത് നോക്കാം, റെഡ് ഫോർട്ടിനെ കുറിച്ച് ചെറിയൊരു ഷോർട്ട് നോട്ട്. So Red Fort built in Delhi during the reign of Mughal Emperor Shah Jahan in 1648. So 1648 മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തന്റെ ഭരണകാലത്ത് ഡൽഹിയിൽ നിർമ്മിച്ചതാണ് ഈ ചെങ്കോട്ട. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ യമുന. സോ യമുന നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇൻഡോ പേർഷ്യൻ ആർക്കിടെക്ചർ, ഇത് ഒരു ഇൻഡോ പേർഷ്യൻ വാസ്തുവിദ്യയാണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലാൽ ഖില, ലാൽ ഖില എന്നും അറിയപ്പെടുന്നു. ആ പ്രൈം മിനിസ്റ്റർ ഹോയ്സ് ദ നാഷണൽ ഫ്ലാഗ് ഹിയർ ഓൺ ഇൻഡിപെൻഡൻസ് ഡേ. നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി ഇവിടെ ദേശീയ പതാക ഉയർത്തുന്നു. റെഡ് ഫോർട്ട് വാസ് ഡിക്ലെയർഡ് ആസ് ദ വേൾഡ് ഹെറിറ്റേജ് സെന്റർ ബൈ യുനെസ്കോ ഇൻ 2007. 2007 യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി റെഡ് ഫോർട്ടിനെ പ്രഖ്യാപിച്ചു. ഇനി നമുക്ക് ഹംപിയെ കുറിച്ചുള്ള കുറച്ച് നോട്ട് നോക്കാം. ഹംപി ദ ക്യാപിറ്റൽ ഓഫ് ദ വിജയനഗര ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ സൗത്ത് ഇന്ത്യ ഡ്യൂറിംഗ് ദ സെയിം പീരിയഡ്. ഇതേ കാലഘട്ടത്തിലാണ് വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന പുരാതന നഗരമായിരുന്നു എന്ത്? ഹംപി. ഓക്കെ, സോ ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ തുംഗഭദ്ര. ഇതെവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തുംഗഭദ്ര നദിയുടെ തീരത്താണ് നമ്മുടെ ഹംപി സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ്സ് ബിൽറ്റ് ഇൻ ദ്രവിഡിയൻ സ്കൾപ്ചർ. ദ്രാവിഡ വാസ്തുശില്പ കലാരീതിയാണ് ഹംപിയുടേത്. ഹംപി വാസ് ഡിക്ലെയർഡ് ആസ് ദ വേൾഡ് ഹെറിറ്റേജ് സെന്റർ ബൈ യുനെസ്കോ. ഹംപിയെ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന എന്താണ്? നമ്മുടെ ടെക്സ്റ്റിൽ നമുക്ക് കാണാം അല്ലെ, മുഗൾ റൂള്. സോ മുഗൾ ആ ഒരു ഭരണകാലത്ത് അന്നത്തെ ഭരണാധികാരികൾ ആരൊക്കെയാണെന്നാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, സോ ബാബർ ആണ് ഈ ഒരു മുഗൾ റൂള് ആദ്യമായിട്ട് നമ്മുടെ ഇവിടെ കൊണ്ടുവന്നത്. 1526 ഇത് സ്ഥാപിക്കപ്പെട്ടത് അല്ലേ? സോ ദ മുഗൾ റൂൾഡ് ഇന്ത്യ ടിൽ 1857. ആ 1857 വരെ നമ്മുടെ ഇന്ത്യ ഭരിച്ചത് ആരായിരുന്നു? മുഗൾ ചക്രവർത്തികളായിരുന്നു. ഓക്കെ, സോ ഓരോ ചക്രവർത്തികളും ആ എംപറേഴ്സ് ഭരിച്ച കാലഘട്ടവുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് നിങ്ങൾ പഠിക്കണം. ഓക്കെ, കാരണം ഇത് നമുക്ക് മാച്ച് അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്തിൽ വേണമെങ്കിലും ഈ ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, സോ ആ ഒരു ടൈം ലൈൻ പീരീഡ് കറക്റ്റ് ആയിട്ട് പഠിച്ചെടുക്കാം. സോ ഹു എസ്റ്റാബ്ലിഷ്ഡ് ദ മുഗൾ റൂൾ ഇൻ 1526? ആരാണ് ഈ മുഗൾ ഭരണം സ്ഥാപിച്ച ഭരണാധികാരി? യെസ്, ബാബർ ആണ് അല്ലേ? നെയിം ദ മെയിൻ റൂളേഴ്സ് ഡ്യൂറിംഗ് ദ മുഗൾ പീരീഡ്. ആരൊക്കെയായിരുന്നു പ്രധാന ഭരണാധികാരികള്? നമ്മൾ പറഞ്ഞല്ലോ സ്ഥാപിച്ചത് ബാബറാണ്. ഓക്കെ, സോ അദ്ദേഹം ഭരിച്ചത് 1526 തൊട്ട് 1530 വരെ ആയിരുന്നു. ദെൻ ഹുമയൂൺ ഭരിച്ചത് കാലഘട്ടം നോക്കിക്കേ, സ്പ്ലിറ്റ് ആയിട്ടുണ്ട് അല്ലേ? 1530 to 1540, അതുപോലെ 1555 തൊട്ട് 1556. ഓക്കെ, ആൻഡ് ദെൻ അക്ബർ ഭരിച്ച കാലഘട്ടമോ 1556 to 1605. ദെൻ ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. സോ ഈ ഒരു ടൈം ലൈൻ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, The Mughals had a very vast kingdom in addition to today's India. നമ്മൾ കാണുന്ന ഇന്നത്തെ ഇന്ത്യക്കാട്ടിലും അവരുടെ കിങ്ഡം എങ്ങനെയായിരുന്നു? നല്ല ഭൂപടത്തിൽ നിന്നും ഇന്നത്തെ എല്ലാം വെച്ച് നോക്കുമ്പോൾ രാജ്യത്തിൽ മുഗൾ ഭരണം വ്യാപിച്ചു കിടക്കുകയായിരുന്നു. ഓക്കെ, ഹാഡ് സ്പ്രെഡ് ടു ദ നെയ്ബറിംഗ് കൺട്രീസ് ഓൾസോ. സോ അത് മറ്റുള്ള രാജ്യങ്ങളിലും അത് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഏതൊക്കെയാണ് ഈ മറ്റുള്ള രാജ്യങ്ങൾ? ഒന്ന് അഫ്ഗാനിസ്ഥാൻ, പിന്നെ പാകിസ്ഥാൻ, നേപ്പാൾ, അതുപോലെ ബംഗ്ലാദേശ്. ഇവിടെയും മുഗൾ ഭരണം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഓക്കെ, Which war led to the establishment of the Mughal Empire in India? ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് തുടക്കമിട്ട യുദ്ധം ഏതായിരുന്നു? ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്, ഒന്നാം പാനിപ്പത്ത് യുദ്ധമായിരുന്നു. ഓക്കെ, ഇനി എന്താണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്? In 1526, Ibrahim Lodi, the last ruler of the Lodi dynasty, and Babur, the ruler of Kabul, fought at Panipat in Haryana. This battle is referred as the first battle of Panipat. Babur laid the foundation of the Mughal rule in India through this victory. അതായത് ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു, ലാസ്റ്റ് റൂളർ ആയിരുന്നു ആര്? ഇബ്രാഹിം ലോധി. ഓക്കെ, അതുപോലെ കാബൂളിലെ ഭരണാധികാരിയായിരുന്നു ആര്? ബാബർ.
സോ എന്ത് പറ്റി, ഇവര് 1526 ഹരിയാനയിൽ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി. ഓക്കെ, അവർ ഒരു ബാറ്റിൽ ഉണ്ടായി. ആൻഡ് എന്ത് സംഭവിച്ചത്, ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്നാണ് ഈ ഒരു യുദ്ധത്തിനെ പറഞ്ഞിരുന്നത്, അറിയപ്പെടുന്നത്. ഓക്കെ, സോ ഈ യുദ്ധ വിജയത്തിലൂടെയാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. What can you understand about the Mughal ruler Akbar from the obituary written by the Jesuit priest Pere Jarrick after the death of Emperor Akbar 1605 CE? അതായത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ടെക്സ്റ്റിൽ ജെസുവിറ്റ് പാതിരി പിയറി ജാരിക് എഴുതിയ ഒരു അനുശോചന കുറിപ്പ് നമ്മൾ അക്ബറിനെ കുറിച്ച് കാണുന്നില്ലേ. സോ അത് വായിക്കുമ്പോൾ നമുക്ക് അക്ബറിനെ കുറിച്ച് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? യെസ്, അക്ബർ വാസ് എ പവർഫുൾ റൂളർ അല്ലേ. അക്ബർ ഒരു അതിശക്തനായ ഒരു ചക്രവർത്തി ആയിരുന്നു. ഹി അഡ്മിനിസ്ട്രേഡ് ഈക്വൽ ജസ്റ്റിസ് വിതൗട്ട് എനി ഡിസ്റ്റിങ്ഷൻ ഓഫ് ഹൈ ലോ കാസ്റ്റ്, ഫെമിലിയർ അൺഫെമിലിയർ. അദ്ദേഹം ഉയർന്ന അല്ലെങ്കിൽ താഴ്ന്ന വിഭാഗങ്ങൾ എന്ന തരംതിരിവില്ലാതെ അദ്ദേഹം എന്ത് ചെയ്തു, പരിചിതരോ അപരിചിതരോ അങ്ങനെയൊന്നും വ്യത്യാസമില്ലാതെ തുല്യ നീതിയാണ് അദ്ദേഹം നടപ്പിലാക്കിയത് അല്ലേ. ഹി കൺസിഡേർഡ് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം അലൈക്ക്. അദ്ദേഹം ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഇങ്ങനെ വേർതിരിവില്ലാതെ എല്ലാവരെയും തുല്യമായി പരിഗണിച്ചു. ഹി ട്രീറ്റഡ് ദ സ്ട്രോങ് വിത്ത് ഫോഴ്സ് ആൻഡ് ദ വീക്ക് വിത്ത് മേഴ്സി. കരുത്തരോട് അദ്ദേഹം എങ്ങനെ പെരുമാറിയത്, ശക്തമായും, അതുപോലെ അശക്തരോട് കരുണയോടുമാണ് അദ്ദേഹം പെരുമാറിയത്. വാട്ട് വാസ് അക്ബേഴ്സ് എയിം ഇൻ ബിൽഡിംഗ് ഇബാദത്ത് ഖാന? അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചതിന്റെ ലക്ഷ്യം, അദ്ദേഹത്തിന് എന്തായിരുന്നു അതിലൂടെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നത്? In 1575, Akbar built Ibadat Khana in his new capital Fatehpur Sikri. Scholars and dignitaries of various religions used to gather here. These discussions speak volumes about Akbar's policy of religious tolerance. 1575 അദ്ദേഹം തന്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ എന്ത് ചെയ്തു, ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചു. സോ വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ അവരെല്ലാം ഒത്തുചേർന്നിരുന്നു. ഓക്കെ, അക്ബർ പിന്തുടർന്നിരുന്ന ഈ മതസഹിഷ്ണുത ആ ഒരു നയത്തിന് ഉത്തമ ഉദാഹരണങ്ങളാണ് ഇത്തരം ചർച്ചകൾ ഉണ്ടായിരുന്നത്. ഓക്കെ, by combining the good aspects of all religions, Akbar created. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ സംയോജിപ്പിച്ച് അക്ബർ എന്താണ് രൂപം കൊടുത്ത ആ ഒരു ദർശനം എന്തായിരുന്നു? ദിൻ ഇലാഹി അല്ലേ. The core of the vision of Din Ilahi is, എന്തായിരുന്നു ദിൻ ഇലാഹിയുടെ ദർശനത്തിന്റെ കാതൽ, എന്തായിരുന്നു അതിന്റെ കോർ? പീസ് ടു ഓൾ, എല്ലാവർക്കും സമാധാനം. Who abolished the religious tax called ജസിയ? ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയത് ആരായിരുന്നു? അക്ബർ. Who were prominent among those who held high positions in the royal court of Emperor Akbar? അക്ബർ ചക്രവർത്തിയുടെ രാജകൊട്ടാരത്തിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചവരിൽ പ്രധാനികൾ ആരെല്ലാമായിരുന്നു? യെസ്, രാജ തോഡർമാൻ, അതുപോലെ രാജ മാൻസിംഗ്, രാജ ഭഗവന്ത് ദാസ്, അതുപോലെ ബിർബൽ. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് എ നോട്ട് ഓൺ ദ മൻസബ്ദാരി സിസ്റ്റം ഓഫ് ദ മുഗൾസ്. മുഗളന്മാരുടെ മൻസബ്ദാരി സമ്പ്രദായത്തെ കുറിച്ച് ഒരു കുറിപ്പ് നമുക്ക് നോക്കാം. എന്തൊക്കെയായിരുന്നു ആ ഒരു സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നത്? During the Mughal period, a strong army was needed to expand the kingdom as well as to maintain the expanded kingdom. അതായത് ഈ മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും അതുപോലെ വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും എന്തായിരുന്നു? ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു. മൻസബ്ദാരി വാസ് ദ മിലിറ്ററി സിസ്റ്റം ഇംപ്ലിമെന്റഡ് ബൈ അക്ബർ ഫോർ ദിസ് പർപ്പസ്. ഇതിനു വേണ്ടി അക്ബർ നടപ്പിലാക്കിയ ഒരു സൈനിക സമ്പ്രദായമായിരുന്നു, ഒരു മിലിറ്ററി സിസ്റ്റം ആയിരുന്നു എന്ത്? മൻസബ്ദാരി. According to the system, each officer had a regiment under him. ഈ ഒരു സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥന്റെയും കീഴിൽ എന്തുണ്ടായിരുന്നു? ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരുന്നു. The title Mansab refers to the number of cavalry each officer is required to maintain. ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത്. The rank of the Mansab was determined by the number of soldiers to be maintained. അതുപോലെ ഓരോ ഉദ്യോഗസ്ഥനും എന്താണ് അവരുടെ റാങ്ക് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? refers to the number of cavalry. The rank of the Mansab was determined by the number of soldiers to be maintained. എത്ര സോൾജിയേഴ്സിനെ ആണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതനുസരിച്ചായിരുന്നു സൈനികരുടെ ആ ഒരു എണ്ണം അനുസരിച്ചായിരുന്നു മൻസബ്ദാരുടെ പദവി നിശ്ചയിച്ചിരുന്നത്. This system was implemented as an alternative to maintain army paying directly from the state exchequer. Mansabdars were allotted land according to their ranks. അതുപോലെ തന്നെ അവർക്ക് അവരുടെ റാങ്ക് അനുസരിച്ചായിരുന്നു അവർക്ക് ലാൻഡ് കൊടുത്തിരുന്നത്. The Mansabdar maintained his army by collecting tax from land allotted to them. അവരെങ്ങനെ ആർമിയെ മെയിൻറ്റെയിൻ ചെയ്തത്? ടാക്സ് കളക്ട് ചെയ്താണ് ആർമിക്കാരെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. Write a note on the Mughal administration. മുഗൾ ഭരണരീതിയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. It was during Akbar's regime
In Mughal rule that an administrative order or structure was effectively formed. നമ്മൾ മുഗൾ ഭരണത്തിൽ നോക്കുമ്പോൾ അക്ബറിന്റെ കാലഘട്ടത്തിലാണ് ഒരു ഭരണചക്രം ഫലപ്രദമായി രൂപപ്പെടുത്തിയിരുന്നത്. During the Mughal rule, the country was divided into provinces called Suba for proper administration. ആ ഒരു ഭരണകാലത്ത് ഭരണ സൗകര്യത്തിനായി ഗ്രാമങ്ങൾ ചേർന്ന് ഗ്രാമങ്ങളും അതുപോലെ സുബ, സർക്കാർ ഇങ്ങനെ പല ഗ്രൂപ്പുകളായിട്ട് സ്പ്ലിറ്റ് ആയി. ഓക്കെ, സോ അതെന്തിനു വേണ്ടിയായിരുന്നു? ഭരണത്തിന്റെ സൗകര്യത്തിനായിട്ടായിരുന്നു ഗ്രാമങ്ങൾ ചേർന്ന് പർഗാനകളും, പിന്നെന്താണ് പർഗാനകൾ ചേർന്ന് സർക്കാരുകളും, സർക്കാരുകൾ ചേർന്ന് സുബകളുമായി രാജ്യത്തെ വിഭജിക്കപ്പെട്ടിരുന്നത്. The emperor was the sovereign authority of the country, the commander-in-chief, the lawmaker and the supreme judge. രാജ്യത്തിന്റെ പരമാധികാരിയും അതുപോലെ സർവ്വ സൈന്യാധിപനും നിയമനിർമ്മാതാവും പിന്നെന്താണ് അന്തിമ ന്യായാധിപതിയും എല്ലാം ആരായിരുന്നു? എംപറർ ആയിരുന്നു, ചക്രവർത്തി ആയിരുന്നു. During the Mughal period, there was no separate courts for the administration of justice as today. നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഇന്നത്തെ പോലെ എന്തില്ലായിരുന്നു? അന്നത്തെ കാലഘട്ടത്തില്, മുഗൾ കാലഘട്ടത്തില് നീതിന്യായ നിർവഹണത്തിന് ഇന്നത്തെ പോലെ പ്രത്യേകതരം കോടതികളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. During the Mughal period, there was no separate courts for the administration of justice as today. Those who were dissatisfied with this decision had the opportunity to complain directly to the emperor. എന്തെങ്കിലും തീരുമാനത്തിൽ അതൃപ്തി അവർക്ക് തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യാം? അങ്ങനെയുള്ളവർക്ക് ചക്രവർത്തിയോട് നേരിട്ട് പരാതി പറയാൻ അന്ന് അവസരമുണ്ടായിരുന്നു. Ministers and heads of departments were appointed to advise the king on administrative matters. അതുപോലെ ഭരണകാര്യങ്ങളിൽ രാജാവിന് ഉപദേശം നൽകുന്നതിനും എന്താണ് അതുപോലെ മന്ത്രിമാരും വകുപ്പ് അധ്യക്ഷന്മാരും അന്ന് മുഗൾ കാലഘട്ടത്തിൽ നിയമിച്ചിരുന്നു. Look at the pyramid given below. What do you understand about the administration of Mughal rule from this? ഈ ഒരു പിരമിഡ് കാണുമ്പം മുഗൾ ഭരണകാലത്തെ ഭരണരീതിയെക്കുറിച്ച് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ എന്താണ്? സുബ അല്ലെ. അതിനുശേഷം താഴെ സർക്കാർ, പിന്നെന്താണ് പർഗാന, ഏറ്റവും ലാസ്റ്റിനാണ് ഗ്രാമം വരുന്നത്. നമുക്ക് ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? The emperor was the sovereign authority of the country, the commander-in-chief, the lawmaker and the supreme judge. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ആരാണ്? എംപറർ ആണ് അല്ലെ, ചക്രവർത്തി ആയിരുന്നു. എല്ലാം സർവ്വ സൈന്യാധിപനും പരമാധികാരിയും നിയമനിർമ്മാതാവും അതുപോലെ അന്തിമ ന്യായാധിപനും എല്ലാം ചക്രവർത്തിയായിരുന്നു. ഓക്കെ, സോ ഡ്യൂറിംഗ് ദ മുഗൾ പീരീഡ് there was no separate courts for the administration of justice as today. നമ്മൾ നേരത്തെ ആൻസറിൽ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ എന്താണ് നമ്മൾ ഇന്നത്തെ കാലത്ത് കാണുന്ന പോലെ പല കോടതികളൊന്നും അന്ന് ഇല്ലായിരുന്നു. ഓക്കെ, the country was divided into provinces called Suba for proper administration. ഈ ഒരു മുഗൾ ഭരണത്തില് ഭരണ സൗകര്യത്തിനായി ഗ്രാമങ്ങൾ ചേർന്ന് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പർഗാനകളും അങ്ങനെ പർഗാനകൾ ചേർന്ന് എന്താണ് സർക്കാരുകളും, സർക്കാരുകൾ ചേർന്ന് സുബകളുമായി രാജ്യത്തെ വിഭജിക്കപ്പെട്ടിരുന്നു. ഓക്കെ, write a note on socio-economic status of Mughal period. ഓക്കെ, സോ മുഗൾ കാലഘട്ടത്തിലെ സാമൂഹിക സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക എന്നാണ് പറഞ്ഞേക്കുന്നത്. A feudal social system existed at that time. Society was divided into different stratas. അതായത് അന്നത്തെ കാലഘട്ടത്തിൽ മുഗൾ കാലഘട്ടത്തിൽ ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥയായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. ഓക്കെ, അതുപോലെ സമൂഹം പല തട്ടുകളായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു. The common man was at the bottom of society with the king at the top. അതുപോലെ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിലായിരുന്നു, ഏറ്റവും ബോട്ടമിലായിരുന്നു ആര്? സാധാരണക്കാര്. അതുപോലെ ഏറ്റവും മുകളിൽ ആരായിരുന്നു? രാജാവായിരുന്നു. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് ദ പീപ്പിൾ ഡിപ്പെൻഡന്റ് ഓൺ വേജസ് ആൻഡ് ഇൻകം. അതുപോലെ ജനങ്ങളുടെ ജീവിത നിലവാരം, അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എങ്ങനെയാ അത് എന്തിനെ ഡിപ്പെൻഡ് ആയിരുന്നു ചെയ്തിരുന്നത്? വേതനത്തെയും വരുമാനത്തെയുമായിരുന്നു. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വർ ഫാമേഴ്സ്. അതുപോലെ ജനങ്ങളിൽ ഭൂരിഭാഗവും അവർ കർഷകരായിരുന്നു. Caste system existed among them. അവർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. There existed wide differences in the way of life, food habits and clothing of people from place to place. എന്ന് പറഞ്ഞ എന്താണ്? അതെ, വളരെയധികം എന്താണ് അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരുടെ ജാതിയിൽ അത് വളരെ ചേഞ്ചസ്, വളരെ ഡിഫറെന്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഈച്ച് കാസ്റ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ കസ്റ്റംസ് ആൻഡ് റിച്വൽസ്. Rice, wheat, barley, sugarcane, cotton, oilseeds were the major agricultural products of that time. അന്നത്തെ കാലഘട്ടത്തിൽ നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി ഇതൊക്കെയായിരുന്നു പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങൾ. The use of technology and new tools enriched the agricultural sector during the Mughal period. അതുപോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിലെ ടെക്നോളജിയും പിന്നെന്താണ് പുതിയ ഉപകരണങ്ങളും ഒക്കെ കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. The Persian wheel and canals were widely
വൈഡ്ലി യൂസ് ഫോർ ഇറിഗേഷൻ. അതുപോലെ ഇറിഗേഷന് വേണ്ടി ഏറ്റവും കൂടുതലായിട്ട് അന്ന് വ്യാപകമായി ഉപയോഗിച്ചിരുന്ന എന്തായിരുന്നു? പേർഷ്യൻ ചക്രവും കനാലുകളുമായിരുന്നു. ഓക്കെ. Now find out the countries in which these Mughal cities are located now. ഇന്ന് നമ്മുടെ അന്നത്തെ മുഗൾ ഭരണകാലത്തെ നഗരങ്ങൾ ഇന്ന് ഏതെല്ലാം രാജ്യങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓക്കെ. സോ ധാക്ക അത് എവിടെയാണുള്ളത്? ഇന്ന് ബാംഗ്ലാദേശിലാണുള്ളത്. അതുപോലെ നെക്സ്റ്റ് വൺ മുർഷിദാബാദ് അത് എവിടെയുള്ളത്? ഇന്ത്യയിലാണ്. ലാഹോർ പാകിസ്ഥാനിൽ, സൂറത്ത് ആൻഡ് ആഗ്ര ഇൻ ഇന്ത്യ. ഓക്കെ. അത് നിങ്ങൾക്ക് നമ്മുടെ മാപ്പ് എടുത്ത് നോക്കി, പ്രസന്റ് നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് എടുത്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. Who is the author of the books Aini Akbari and Akbarnama? So Aini Akbari and Akbarnama ഈ ഗ്രന്ഥങ്ങളുടെ രചയിതാവ് ആരായിരുന്നു? അബുൽ ഫസൽ. Who translated Mahabharata into Persian during the Mughal era? മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ ഭാഷയിലേക്ക് മഹാഭാരതം ആരായിരുന്നു ട്രാൻസ്ലേറ്റ് ചെയ്തത്? യെസ്, ആരായിരുന്നു? ദാരാ ഷുക്കോ. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാന്റെ മകനായിരുന്നു. The son of the Mughal ruler Shahjahan. Give examples for the fusion of Indian architectural style with the Persian style brought here by the Mughals. അതായത് ഇന്ത്യൻ വാസ്തുവിദ്യ ശൈലിയുടെയും മുഗൾമാരുടെ ഇവിടെ കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യ ശൈലിയുടെയും അവരുടെ ഒരു ഫ്യൂഷൻ, അത് എന്ത് ഉദാഹരണമാണ് നമുക്ക് ആ ഫ്യൂഷനിലൂടെ പറയാൻ പറ്റുന്നത്? യെസ്, താജ്മഹൽ, പിന്നെന്താണ് ആഗ്ര ആൻഡ് റെഡ് ഫോർട്ട്. ഇതൊക്കെ ആ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലാണ്, ഫ്യൂഷനാണ്. ഇന്ത്യൻ ആർക്കിടെക്ചറും അതുപോലെ പേർഷ്യൻ സ്റ്റൈലും കൂടി മിക്സ് ചെയ്തൊരു ഫ്യൂഷനാണ് നമുക്ക് ഈ ഒരു മോണ്യുമെന്റ്സ് കാണാൻ പറ്റുന്നത്. The new language formed by the fusion of Persian and Hindi languages. പേർഷ്യൻ ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്ന് രൂപം കൊണ്ട പുതിയ ഭാഷ ഏതായിരുന്നു? ഉറുദു. Who founded the Vijayanagara kingdom? ആരായിരുന്നു വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത്? The Vijayanagara was founded in 1336 CE by the brothers Harihara and Bukka. 1336 ഹരിഹരനും ബുക്കൻ എന്നീ സഹോദരന്മാരാണ് വിജയനഗരം സ്ഥാപിച്ചത്. Who was the famous ruler of the Vijayanagara kingdom? ആരായിരുന്നു വിജയനഗര കിങ്ഡത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഭരണാധികാരി? കൃഷ്ണദേവരായ. The ruins of Hampi were discovered in 18,000 by 1800 ഹംപിയുടെ അവശിഷ്ടങ്ങൾ റൂയിൻസ് കണ്ടെത്തിയ ആരായിരുന്നു? ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനായിരുന്നു. ആരായിരുന്നത്? കേണൽ മക്കൻസി. Who authored the works അമുക്ത മാല്യര ആൻഡ് ജാംബവതി കല്യാണം? ഈ കൃതികൾ ആരാണ് രചിച്ചത്? കൃഷ്ണദേവരായ. The scholars adorned the court of കൃഷ്ണദേവരായ known as. അതുപോലെ തന്നെ കൃഷ്ണദേവരായയുടെ കൊട്ടാരത്തില് അലങ്കരിച്ചിരുന്ന പണ്ഡിതന്മാർ ആരായിരുന്നു അവര്? യെസ്, അഷ്ടദിഗ്ഗജാസ്. Write a note about the Vijayanagara kingdom. ഇനി വിജയനഗര ആ ഒരു കിങ്ഡത്തെ കുറിച്ചുള്ള ഒരു നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സാമ്രാജ്യത്തെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതാൻ. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? The Vijayanagara was founded in 1336 CE by the brothers Harihara and Bukka. Krishnadevaraya was the most famous ruler of the powerful and wealthy kingdom of Vijayanagara. ഹരിഹരനും ബുക്കനും ഈ സഹോദരന്മാരാണ് വിജയനഗരം സ്ഥാപിച്ചത്. അതുപോലെ ദക്ഷിണേന്ത്യയിലെ ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്നു വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി ആരായിരുന്നു? കൃഷ്ണദേവരായ. Then Vijayanagara was the name of both a city and a kingdom. വിജയനഗരം എന്ന ഇത് ഒരേ സമയം ഒരു നഗരത്തിന്റെയും അതുപോലെ രാജ്യത്തിന്റെയും പേരായിരുന്നു. The reign of Krishnadevaraya was a period of imperial expansion and development of the empire. എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷ്ണദേവരായരുടെ ഭരണകാലം രാജ്യവ്യാപനത്തിനും അതുപോലെ വികസനത്തിന്റെയും കാലഘട്ടമായിരുന്നു. A lot of construction works were carried out during his reign. അദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടത്തിലാണ് വളരെയധികം നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നത്. Apart from constructing more facilities in the capital city of Hampi, he also built new forts, palaces and temples. തലസ്ഥാന നഗരമായ ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങളും അദ്ദേഹം ഏർപ്പെടുത്തിയിരുന്നു. എന്തൊക്കെയായിരുന്നു? കോട്ടകൾ, കൂടുതൽ സൗകര്യങ്ങളുടെ അതിനോടൊപ്പം തന്നെ കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ അദ്ദേഹം നിർമ്മിച്ചു. നമുക്കൊരു മാപ്പ് കാണാം നമ്മുടെ ടെക്സ്റ്റിൽ. ലിസ്റ്റ് ഓഫ് ദ പ്രസന്റ് ഡേ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ സിറ്റി ഓഫ് വിജയനഗര ഫ്രം ദ അബവ് മാപ്പ്. നമ്മൾ ഈ ഒരു മാപ്പിൽ നിരീക്ഷിച്ചിട്ട് വിജയനഗരത്തിൽ ഉൾപ്പെട്ട ഇന്നത്തെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കണ്ടെത്തി എഴുതുക. സോ നമുക്ക് ഈ ഒരു മാപ്പിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാം എന്തൊക്കെയാണത്? കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാന. Prepare a note by comparing the religious policies of Akbar and Krishnadevaraya. അക്ബറിന്റെയും കൃഷ്ണദേവരായരുടെയും അവരുടെ മതനയങ്ങൾ താരതമ്യം കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ അവർ രണ്ടുപേരും അവരുടെ എന്തായിരുന്നു അവരുടെ നയം, പോളിസീസ്? All religions were treated equally by Akbar and Krishnadevaraya.
ഇവർ രണ്ടുപേരും എല്ലാ മതങ്ങളെയും ഒരുപോലെയാണ് പരിഗണിച്ചത്. The people of different religions were allowed to follow their beliefs freely. അതുപോലെ വിവിധ മതങ്ങളിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ വിശ്വാസങ്ങൾ എങ്ങനെയാണ് സ്വാതന്ത്ര്യത്തോടെ അനുവദിച്ചിരുന്നു. Both rulers have religious tolerance. രണ്ട് ഭരണാധികാരികളും മതസഹിഷ്ണുതയുള്ളവരായിരുന്നു. During their period, people got equal justice and equal consideration. അതുപോലെ അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ എന്താണ് ആളുകൾക്ക് തുല്യ നീതിയും തുല്യ പരിഗണനയും ലഭിച്ചിരുന്നു. Respect for diversity. അതുപോലെ ഡൈവേഴ്സിറ്റി അവര് ബഹുമാനിച്ചിരുന്നു. Now compare and list the Mansabdari and Amarnayaka practices. മൻസബ്ദാരിയും അമരനായക സമ്പ്രദായങ്ങളും താരതമ്യം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് എന്താണ് ആദ്യമേ മൻസബ്ദാരി സിസ്റ്റം എന്ന് നോക്കാം. മൻസബ്ദാരി വാസ് എ മിലിറ്ററി സിസ്റ്റം ഇംപ്ലിമെന്റഡ് ബൈ അക്ബർ. അക്ബർ മുഗൾ കാലഘട്ടത്തിൽ എന്താണ് അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്ത ഒരു ശക്തമായ ഒരു സൈന്യത്തിന്റെ ഒരു സിസ്റ്റമാണ് മൻസബ്ദാരി സിസ്റ്റം. ഓക്കെ, ഈച്ച് ഓഫീസർ ഹാഡ് എ റെജിമെന്റ് അണ്ടർ ഹിം. ഓരോരുത്തർക്കും അവരുടെ കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരുന്നു. The title Mansab refers to the number of cavalry each officer is required to maintain. അതുപോലെ ഓരോ ഉദ്യോഗസ്ഥൻ നിലനിർത്തേണ്ട ആ ഒരു കുതിര പടയാളികളുടെ എണ്ണത്തെയാണ് മൻസബ് എന്ന പദവി സൂചിപ്പിച്ചിരുന്നത്. Mansabdars were allotted land according to the ranks. അവരുടെ റാങ്ക് അനുസരിച്ച് പദവി അനുസരിച്ചായിരുന്നു അവർക്ക് ഭൂമി പതിച്ചു നൽകിയിരുന്നത്. The Mansabdar maintained his army by collecting tax from land allotted to them. അതുപോലെ ഈ ഭൂമിയിൽ നിന്നും നികുതി പിരിച്ചാണ് അവർ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്താണ് അമരനായക സിസ്റ്റം എന്ന് നോക്കാം. ഓക്കെ, സോ അമരനായക സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ദ മിലിറ്ററി കമാൻഡേഴ്സ് വർ നോൺ ആസ് അമരനായകാസ്. വിജയനഗരത്തിലെ സൈനിക മേധാവികൾ ഉണ്ടല്ലോ, അവരാണ് അമരനായകന്മാർ എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടിരുന്നത്. ദ കിങ്സ് അലോട്ടഡ് ലാൻഡ്സ് നോൺ ആസ് അമര ടു ദം. അവർക്ക് എന്ത് ചെയ്തു? രാജാക്കന്മാര് ഭൂപ്രദേശങ്ങൾ അനുവദിച്ചു നൽകിയിരുന്നു. ഓക്കെ, സോ അതിനെയാണ് അമര എന്ന് പറയുന്നത്. ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് അമര വാസ് ക്യാരിഡ് ഔട്ട് ബൈ അമരനായകാസ്. അതുപോലെ ഈ പ്രദേശങ്ങൾ ഈ അമരത്തിന്റെ ഭരണം നിർവഹിച്ചിരുന്നത് അമരനായകന്മാരായിരുന്നു. അമരനായകാസ് ഹാഡ് ദ റൈറ്റ് ടു കളക്ട് ടാക്സസ് ഫ്രം ദീസ് ഏരിയാസ്. അവർക്കായിരുന്നു നികുതി പിരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നത്. ദ അമരനായകാസ് പെയ്ഡ് എ ഫിക്സ്ഡ് എമൗണ്ട് ടു ദ കിങ്. അവരെന്ത് ചെയ്തിരുന്നു? രാജാവിന് ഒരു നിശ്ചിത തുക നൽകിയിരുന്നു. ദേ ഓൾസോ മെയിൻറ്റെയിൻഡ് എ സർട്ടൻ നമ്പർ ഓഫ് ഫുഡ് സോൾജേഴ്സ്, ഇൻഫാൻട്രി, ഹോഴ്സസ് ആൻഡ് എലിഫന്റ്സ്. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു നിശ്ചിത എണ്ണം കാലാളുകളും കുതിരകളും അതുപോലെ ആനകളൊക്കെ എന്നിവ നിലനിർത്തിയിരുന്നു. Write a note on Vijayanagar administrative system. വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. For administrative convenience, the country was divided into മണ്ഡലം, നാട്, സ്ഥല ആൻഡ് ഗ്രാമ. എന്താണ്? ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ മണ്ഡലങ്ങളും നാടുകളും അതായത് ജില്ലകൾ, ഉപജില്ലകൾ, ഗ്രാമങ്ങൾ ഇങ്ങനെ വിഭജിച്ചിരുന്നു, ഡിവൈഡ് ചെയ്തിരുന്നു. There was cabinet to help the king. അതുപോലെ രാജാവിനെ സഹായിക്കാൻ മന്ത്രിസഭയുണ്ടായിരുന്നു. The king had the power to demote and punish ministers. മന്ത്രിമാരെ തരം താഴ്ത്താനും ശിക്ഷിക്കാനും എല്ലാത്തിനുമുള്ള അധികാരം രാജാവിനായിരുന്നു ഉണ്ടായിരുന്നത്. There were courts at various levels for the administration of justice. The appellate authority was the king himself. നീതി നിർവഹണത്തിനായി വിവിധ തലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചിരുന്നു. അതുപോലെ അപ്പീൽ അധികാരി രാജാവ് തന്നെയായിരുന്നു. Minor offenses and labor disputes were dealt with by the village courts by themselves. ചെറിയ കുറ്റങ്ങളും മറ്റുള്ള പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ കോടതികൾ തന്നെയാണ് കൈകാര്യം ചെയ്തിരുന്നത്. നായകാസ് ആൻഡ് അമരനായകാസ് played an important role in the administration of വിജയനഗര. വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു നായകന്മാരും അമരനായകന്മാരും. ഓക്കെ, സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നെ ആൻസർ കുറച്ചും കൂടി എഴുതണമെന്നുണ്ടെങ്കിൽ അമരനായിക അവരെ കുറിച്ച് നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ പറ്റും, കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, Write a short note on the economic condition of the Vijayanagar kingdom. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? വിജയനഗരത്തിന്റെ സാമൂഹിക സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചാണ് കുറിപ്പ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. സോ വിജയനഗര സൊസൈറ്റി കൺസിസ്റ്റഡ് ഓഫ് വേരിയസ് കാസ്റ്റ് ആൻഡ് റിലീജിയൻ. വിവിധ ജാതി മത വിഭാഗങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു ഈ വിജയനഗര സമൂഹം. Brahmins were the dominant group in the society. They were entitled to the revenue from the land allotted to the temples. അതുപോലെ ബ്രാഹ്മണർക്കായി സമൂഹത്തിൽ എന്തായിരുന്നു? അവർക്കായിരുന്നു ഡൊമിനന്റ്, അവരായിരുന്നു ഏറ്റവും മുകളിലത്തെ ഒരു ഗ്രൂപ്പ്. Other sections of the society were mainly engaged in agriculture, trade and handicrafts. അതുപോലെ മറ്റു വിഭാഗങ്ങൾ അവരെന്തിലായിരുന്നു ഏർപ്പെട്ടിരുന്നത്? അവർ കൃഷി, കച്ചവടം, അതുപോലെ കൈത്തൊഴിലുകൾ, ഇങ്ങനെയുള്ള മേഖലകളിലായിരുന്നു അവർ മുഖ്യമായിട്ടും ഏർപ്പെട്ടിരുന്നത്. Kings employed women to prepare accounts of the royal palace and decorate gardens. അതുപോലെ രാജകൊട്ടാരത്തിലെ രാജകീയ കണക്കുകൾ തയ്യാറാക്കാനും പൂന്തോട്ടം അലങ്കരിക്കാനും ഒക്കെ സ്ത്രീകളുടെ സേവനം ഉപയോഗപ്പെടുത്തിയിരുന്നു. Polygamy, sati and child marriage prevailed in society. ബഹു ഭാരതത്വം, സതി, ശൈശവ വിവാഹം എന്നിവ അന്ന് നിലനിന്നിരുന്നു.
Who were the prominent rulers of the Vijayanagara Empire? Vijayanagara Empire prominent rulersും കിങ്സും അവരുടെ ഡൈനാസ്റ്റിയാണ്. സോ ഹരിഹര ആൻഡ് ബുക്ക ഏത് ഡൈനാസ്റ്റിയിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്? സംഗമ രാജവംശം. അതുപോലെ നരസിംഹ സലുവ അവരുടെ ഏത് വംശമാണ്, ഏത് ഡൈനാസ്റ്റിയാണ്? സാലുവ വംശം അല്ലെ, സാലുവ ഡൈനാസ്റ്റി. അതുപോലെ വീര നരസിംഹ ആൻഡ് കൃഷ്ണദേവരായ അവർ ഏത് ഡൈനാസ്റ്റിയിൽ പെട്ടതാണ്? തുളുവ വംശത്തിലാണ്. ആൻഡ് തിരുമല ആൻഡ് വെങ്കിട അവര് അരവിന്ദ് വംശത്തിൽ ഉള്ളവരാണ്. Complete the table by comparing the common features of the Mughal and Vijayanagara administrative system. മുഗൾ വിജയനഗര ഭരണ സമ്പ്രദായങ്ങളുടെ പൊതു സവിശേഷതകൾ താരതമ്യം ചെയ്ത് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ മുഗളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? മൊണാർക്കി ഉണ്ടായിരുന്നു, പിന്നെന്താണ്, അതായത് രാജവാഴ്ച, പിന്നെ മൻസബ്ദാരി സിസ്റ്റം ഉണ്ടായിരുന്നു, പിന്നെ റിലീജിയസ് ടോളറൻസ് മതസഹിഷ്ണുത ഉണ്ടായിരുന്നു, ഉറുദു ഭാഷയുടെ വികാസം മുഗൾ ഭരണത്തിലായിരുന്നു, അതുപോലെ ഇൻഡോ പേർഷ്യൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറും ആ നിർമ്മാണ ശൈലിയും ആ ഒരു കാലഘട്ടത്തിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇനി വിജയനഗര അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അന്നും രാജവാഴ്ചയായിരുന്നു. അവരുടെ സമ്പ്രദായം മൻസബ്ദാരി അല്ല, അമരനായക സമ്പ്രദായമായിരുന്നു അല്ലെ. അതുപോലെ അവർക്കും റിലീജിയസ് ടോളറൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഏത് ലാംഗ്വേജ് ആണ് ഡെവലപ്പ് ആയത്? സംസ്കൃത ഭാഷയായിരുന്നു. ആൻഡ് ദ്രാവിഡ നിർമ്മാണ ശൈലിയായിരുന്നു ഇവരുടെ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. ഹോപ്പ് ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമ്മുടെ ഈ ഒരു ചാനലിൽ മറ്റുള്ള എല്ലാ സബ്ജക്ട്സും 7th സ്റ്റാൻഡേർഡിൽ ഉടനെ തന്നെ ഓരോ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, സോ ദാറ്റ് യു വോണ്ട് മിസ് ദ അതർ വീഡിയോസ്. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ. താങ്ക് യു.